നമസ്കാരം. വെറും 350 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസി ലഭിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതും കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ടുള്ള യാതൊരു വിധത്തിലുള്ള റിസ്ക് എലമെന്റും അടങ്ങിയിട്ടില്ലാത്ത ഒരു ഇൻഷുറൻസ് പോളിസി സ്കീം. അതാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം. നമുക്കറിയാം, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ അവസരങ്ങളിൽ, അതായത് പണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. അത് ലൈഫ് ഇൻഷുറൻസ് ആവട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ, മറ്റേത് തരത്തിലുള്ള ഇൻഷുറൻസും ആവട്ടെ, ടേക്കിംഗ് ഇൻഷുറൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും സാധാരണക്കാർക്ക് ചില ഇൻഷുറൻസ് സ്കീമുകൾ അഫോർഡ് ചെയ്യാൻ സാധ്യമല്ല. പ്രതിമാസം 5000, 7000, 10000 ഒക്കെ പോളിസി അടക്കേണ്ട വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് അത് പലപ്പോഴും താങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. അവിടെയാണ് കേന്ദ്ര സർക്കാർ പോസ്റ്റ് ഓഫീസുകൾ വഴി നമുക്ക് നൽകുന്ന പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രാധാന്യം. അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു ഇൻഷുറൻസ് സ്കീമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 100% റിട്ടേൺ ഉറപ്പ് നൽകുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ പലർക്കും ഈ ഒരു സ്കീമിനെ കുറിച്ച് വലിയ ധാരണയില്ല. നമ്മൾ പലപ്പോഴും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസുകളെയും അതുപോലെ തന്നെ സാധാരണ ഇൻഷുറൻസ് സ്കീമുകളെയുമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് വളരെ ചെറിയ എമൗണ്ടിൽ, വെറും 350 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം. അതും മികച്ച കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു, മികച്ച പോളിസി നിങ്ങൾക്ക് ലഭിക്കുന്നു, മികച്ച ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ആർക്കും ധാരണയില്ല ഈ പോളിസിയെ കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് ബോസ്വാല മലയാളം ഇന്ന് ഈ ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ അവിനാശ്, ബോസ്വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ച്, വിവിധ തരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ കമന്റ് ആയിട്ട് വന്നിട്ടുള്ളത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. കാരണം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങളോട് പറയാൻ ഞാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, പോസ്റ്റ് ഓഫീസ് ലൈഫ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള, 100% ഗ്യാരണ്ടി റിട്ടേൺഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. മുൻപ് പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ ഒരു ഇൻഷുറൻസ് സ്കീം എടുക്കാൻ അർഹരായിട്ടുണ്ടായിരുന്നുള്ളത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതിനുശേഷം സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഒരു ഇൻഷുറൻസ് സ്കീം എടുക്കാൻ കഴിയുമായിരുന്നു. 2017 ശേഷമാണ് സാധാരണ ജനങ്ങൾക്ക്, അതായത് പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അല്ലാതെ സാധാരണ പബ്ലിക്കിന് ഈ ഒരു ഇൻഷുറൻസ് സ്കീം ലഭിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സ് സേവിങ്ങിനും ഉപകരിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്കീമിൽ നിന്നും ലഭിക്കുന്ന ആകെ തുകയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. അതായത് 35 വയസ്സിൽ 20 ലക്ഷം ലഭിക്കണം എന്നുള്ള പ്ലാനോട് കൂടി നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 45 വയസ്സിൽ 50 ലക്ഷം രൂപ ലഭിക്കണം എന്നുള്ള പ്ലാനെങ്കിലും നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം. മറ്റു ഇൻഷുറൻസിൽ ഈ ഒരു പ്ലാൻ അവൈലബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വീട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ലോൺ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്വന്തം കാശ് വെച്ച് ചെയ്യാൻ ഇത് സാധ്യമാണ്. സോ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് വെറും ഒരു ഇൻഷുറൻസ് സ്കീം മാത്രമല്ല, നിങ്ങൾക്ക് വളരെ മികച്ച റിട്ടേൺ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം കൂടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി പ്രധാനമായും 6 വ്യത്യസ്ത തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളാണ് പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രകാരം ലഭിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹോൾ ലൈഫ് അഷുറൻസ് അഥവാ സുരക്ഷ, കംഫർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ്, സുവിധ, എൻഡോമെന്റ് അഷുറൻസ്, സന്തോഷ്, ജോയിന്റ് ലൈഫ് അഷുറൻസ്, യുഗൽ സുരക്ഷ, ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്, സുമംഗൽ, ചിൽഡ്രൻ പോളിസി, ബാൽ ജീവൻ ബീമ. സോ ഈ വീഡിയോയിൽ ഫർദർ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ്, ആർക്കൊക്കെയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻസ് ആണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാവുക, എങ്ങനെയാണ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റ് ഇൻഷുറൻസ് പോളിസികളിൽ നിന്നും ഇത് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ സ്കീം ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രീമിയം അടക്കേണ്ട ഏറ്റവും കുറഞ്ഞ കാലയളവ് എത്രയാണ്, നിങ്ങളുടെ പണം നഷ്ടമാവാൻ സാധ്യതയുണ്ടോ. അങ്ങനെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. 19 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരാൾക്കും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ അർഹതയുണ്ട്. വെറും 350 രൂപയാണ് നിങ്ങൾ പ്രതിമാസം പ്രീമിയം അടക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 20 ലക്ഷം രൂപ സം അഷോർഡ് കിട്ടുന്ന ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ
ഏതെങ്കിലും കാരണവശാൽ നമുക്ക് പ്രീമിയം അടക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് പ്രതിമാസ പ്രീമിയം ആ ഒരു 20 ലക്ഷം രൂപയ്ക്ക് ആവശ്യമായ പ്രീമിയം എമൗണ്ട് നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്നില്ല എന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കുറയ്ക്കാൻ സാധ്യമാണ്. അതുപോലെ തന്നെ 60 വയസ്സ് വരെയുള്ള പ്ലാൻ എന്നതിൽ നിന്നും മാറ്റിക്കൊണ്ട് 45 വയസ്സ് വരെ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതായത് 60 വയസ്സാവുന്ന സമയത്ത് എനിക്ക് അത്രയും എമൗണ്ട് കിട്ടിയിട്ട് എന്താ കാര്യം, എനിക്ക് ആ പണം എൻജോയ് ചെയ്യാൻ സാധ്യമാകുമോ എന്നുള്ള സംശയമെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൊണ്ട് 45 വയസ്സ് വരെ, അതായത് 45 വയസ്സ് വരെ മാത്രം ഈ ഒരു പോളിസി തുടരുക എന്നുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പ്രീമിയം എമൗണ്ട് അതിന് കണക്കായിട്ട് കൂടുകയും ചെയ്യുന്നു. നിങ്ങൾ 25 വയസ്സിലാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണെങ്കിൽ പ്രതിമാസം അടയ്ക്കേണ്ട പ്രീമിയം 2150 രൂപയും മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് 60 വയസ്സും നിങ്ങൾ ആകെ അടക്കുന്ന തുക എന്ന് പറയുന്നത് 9,23,898 രൂപയായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ബോണസായി ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 18,20,000 രൂപയായിരിക്കും. സോ ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 28,20,000 രൂപയായിരിക്കും. അതേസമയം നിങ്ങൾ കൂടുതൽ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരനായി മാറാനും സാധ്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ജോയിനിങ് ഏജ് എന്ന് പറയുന്നത് 19 വയസ്സാണ്, മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. പ്രതിമാസം പ്രീമിയമായി അടക്കുന്നത് 8,750 രൂപ, മെച്യൂരിറ്റി ഏജ് 60 വയസ്സ്. ടോട്ടൽ എമൗണ്ട് അടക്കുന്നത് 44,04,225 രൂപ. അതിൽ ബോണസായി ലഭിക്കുന്നത് 1,06,60,000 രൂപ. സോ ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 1,56,60,000 രൂപ ആയിരിക്കും. ഇവിടെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മെച്യൂരിറ്റി കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെച്യൂരിറ്റി വയസ്സ് എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. 60 വയസ്സിൽ മാത്രമേ നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റൂ എന്നുള്ള നിർബന്ധം ഇവിടെ ഇല്ല. 35 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ്, 50 വയസ്സ്, 55 വയസ്സ്, 58 വയസ്സ്, 60 വയസ്സ്, ഈ വയസ്സുകളിൽ റിട്ടേൺ ലഭിക്കുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയസ്സ് കുറയും തോറും നിങ്ങൾക്ക് ഏത് വയസ്സിലാണോ പ്രീമിയം ലഭിക്കേണ്ടത് ആ വയസ്സ് കുറയുന്ന സമയത്ത് നിങ്ങൾ പ്രതിമാസം അടക്കുന്ന എമൗണ്ടും കൂടി വരുന്നു. സോ ഈ പോളിസിയുടെ ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് 20,000 രൂപയും ഏറ്റവും കൂടിയ തുക എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയുമാണ്. ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം ടാക്സ് ബെനിഫിറ്റും ലഭ്യമാണ്. അതുകൂടാതെ ഫൈനൽ സെറ്റിൽമെന്റ് ടാക്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്നും യാതൊരു എമൗണ്ടും ടാക്സ് ആയിട്ട് പോകുന്നില്ല. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ലോണും ലഭിക്കാൻ സാധ്യതയുണ്ട്. സോ എങ്ങനെയാണ് പ്രീമിയം അടയ്ക്കേണ്ടത്? പ്രതിമാസം നമുക്ക് പ്രീമിയം അടക്കാം. അതുപോലെ തന്നെ ക്വാർട്ടർലി ഓരോ 3 മാസം കൂടുമ്പോൾ നമുക്ക് പ്രീമിയം അടക്കാം. ഓരോ 6 മാസം കൂടുന്തോറും നമുക്ക് പ്രീമിയം അടക്കാം. അതുപോലെ തന്നെ പ്രതിവർഷം ഒരു തവണയായി അടക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടും ലഭ്യമാണ്. ഇതിന്റെ ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ എത്ര സം അഷ്യൂർഡ് എമൗണ്ടിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന്റെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ പ്ലാനിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് സം അഷ്യൂർഡ് എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ 5,200 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിവർഷ ബോണസായി ലഭിക്കുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയാണ് സം അഷ്യൂർഡ് എങ്കിൽ 52,000 രൂപയായിരിക്കും പ്രതിവർഷ ബോണസ്. സോ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഇൻഷുറൻസ് സ്കീമുകളെ അപേക്ഷിച്ചിടത്തോളം ഈ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അതുകൂടാതെ ഗവൺമെന്റ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടിയും ഇതിൽ ഉണ്ട്. ഇനി അഥവാ ഈ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ ഇതിനിടയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നോമിനിക്ക് ഈ സം അഷ്യൂർഡ് എമൗണ്ടും ബോണസും ലഭിക്കും. പക്ഷേ അടക്കുന്ന പ്രീമിയം വളരെ റെഗുലർ ആയിരിക്കണം എന്ന് മാത്രം. ഇനി അഥവാ പ്രീമിയം റെഗുലർ അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ ഫൈൻ കൊടുത്തുകൊണ്ട് ഈ സം അഷ്യൂർഡ് എമൗണ്ടും ബോണസും നോമിനിക്ക് ലഭ്യമാകാം. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിലുള്ള ഇൻഷുറൻസ് സ്കീമുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോണസ് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു സ്കീമിലേക്ക് അധികം പോകുന്നത് കാണാറില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ കൂടുതൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയി കൊടുക്കാവുന്നതാണ്. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. Bosswala. Be the boss.